ഇത് ഒഞ്ചത്താണ്. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഗവൺമെൻറ് പഠിക്കണമായിരുന്നു. ഗവൺമെൻറ്റിനിപ്പം സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അത് പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് വല്ല ഈ പറഞ്ഞ അഴിമതിയോ അല്ലെങ്കിൽ കൊള്ളപ്പണമോ കള്ളപ്പണമോ വല്ലതും ഉണ്ടെങ്കിൽ പറയട്ടെ. നിങ്ങളെ കുറ്റം സമ്മതിച്ചിട്ട് മാത്രമേ നിങ്ങളെ പുറത്താക്കുന്നുള്ളൂ. മറ്റേ അത് ഒരു പക്ഷപാതം അല്ലെ ഗ്രൂപ്പ് അല്ലെ പാർട്ടി ഒന്നും ഉണ്ടാവില്ല. സീര സാർ നേരിട്ട് വിളിച്ചാണോ? ഞാൻ പറഞ്ഞു പറ്റില്ല എന്നാണ്. നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ ഇല്ല? ട്രേഡ് യൂണിയൻ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ 4 പേര് കൂടി ആണെങ്കിൽ 4 പേരും കൂടി പിന്നെയും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു ബേസിക് ഫിലോസഫി, അത് എന്തുകൊണ്ട് തുടങ്ങിയ കാലഘട്ടത്തിന്റെ സാഹചര്യം? 1925 കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും പാർപ്പിടവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, വസ്ത്രവും ഭക്ഷണവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി വാഗ്ബടാനന്ദ ഗുരുദേവൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്ന് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ട് അതിൻ്റെ മൂല്യശോഷണം വരാതെ, അതിൻ്റെ അർത്ഥവത്തായ അതിൻ്റെ എന്തായിരുന്നോ അത് ഉദ്ദേശിച്ച ലക്ഷ്യം, അതിൽ നിന്ന് മൂല്യശോഷണം വരാതെ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് അതിൻ്റെ 100ാം വാർഷികം കൊണ്ടാടാനായതെന്ന് ഞാൻ പറയും. തലമുറകൾ അതിനുവേണ്ടി അധ്വാനിച്ച് രാവും പകലും അധ്വാനിച്ച് ഒരു ജനതയെ, അന്ന് അൺസ്കിൽഡാണെങ്കിൽ ഇന്ന് എല്ലാ തലമുറയിലുള്ള ആൾക്കാരും ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്കില്ല് അല്ലെ അൺസ്കില്ല് എൻജിനീയറിങ് ആൾക്കാർ 1500ഓളം എൻജിനീയർമാർ, IT വിഭാഗം, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ക്രാഫ്റ്റ് മേഖലയിൽ എല്ലാമായിട്ട് 18,000 പേർ തൊഴിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഏഷ്യയിലെ 1ാമത്തതും വേൾഡിലെ 2ാമത്തതുമാണ്. അതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അന്ന് ഈ ഇത് തുടങ്ങിയ സമയത്ത് ഇത് പറഞ്ഞത് കൂലി വേലക്കാരുടെ, അതൊന്ന് പറയാം, അതെങ്ങനെ അതിൻ്റെ? അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്നത്തെ തൊഴിലാളികളും ഗുരുദേവനും കൂടി ഇട്ട പേര് കൂലി വേലക്കാരുടെ പരസ്പര സഹകരണ സംഘം എന്നാണ്. അത് 1956 നമ്മൾ ആക്ട് വന്നപ്പോൾ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആക്ട് വന്നപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറിയത്. ഇത് ഇവര് ഗുരുദേവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് നമുക്ക് ജോലിയില്ല, നമുക്ക് എന്തെങ്കിലും. അത് 14 പേര് കൂടി ഗുരുദേവൻ്റെ പ്രസംഗം മാഹി പുത്തലത്തമ്പലത്തിൽ പോയി കേൾക്കാൻ വളരെ ആവേശം കൊണ്ട് അന്നത്തെ നവോത്ഥാന നായകനായിരുന്നു. മലബാറിൽ ഗുരുദേവനും വാഗ്ബടാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ നവോത്ഥാന നായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവേശം കൊണ്ടിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മളെ കാരക്കാട് ഇന്ന് പറയുന്ന ഊരാളുങ്കൽ പ്രദേശത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ആ പ്രസംഗത്തിൽ ആവേശം കൊണ്ടിട്ടാണ് 14 പേര് അടങ്ങുന്ന ഒരു സംഘം, മെമ്പർമാരായിട്ടുള്ളൊരു സംഘം രൂപീകൃതം. അന്ന് 37 പൈസയാണ് ഇതിൻ്റെ മൂലധനം. ഇന്ന് ഏകദേശം 5000 കോടി രൂപയുടെ മൂലധനമായി. ജാതി വ്യവസ്ഥക്കെതിരെയുള്ള അന്ധവിശ്വാസവും അനാചാരവും ജാതി വ്യവസ്ഥക്കെതിരെയായിട്ടാണ് അത് ഇന്നും. അത് മലബാറിലെന്ന് പറയുമ്പം നമ്മളെ പ്രദേശത്ത് ഇതൊരു അങ്ങനെയുള്ള പ്രസ്ഥാനം തന്നെയാണ്. അന്ധവിശ്വാസം, അനാചാരം, ജാതി വ്യവസ്ഥയ്ക്കെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അതിലെല്ലാ വിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ ഈ 14 പേര് വന്നിട്ട് ഇത് തുടങ്ങണം. എന്നിട്ട് അവർ എന്ത് ജോലി, എങ്ങനെയായിരുന്നു അവർ ആ ജോലി? നമുക്ക് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഒരു സാഹചര്യം, ഈ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, കൃഷിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ഈ കയ്യാല കെട്ടുക എന്ന് പറയും, വേലി കെട്ടുക എന്ന് പറയും നമ്മൾ. അത്ര ചെറിയ ചെറിയ ജോലികൾ. പിന്നെ മത്സ്യബന്ധനത്തിൻ്റെ ചാപ്പ എന്ന് പറയും, സംസ്കരണ യൂണിറ്റ്, അങ്ങനെ തുടങ്ങി വെച്ച് പിന്നെ ചെറിയ റോഡുകൾ.
ഇന്ത്യ എങ്ങനെ വളരുന്നു അല്ലെങ്കിൽ കേരളം എങ്ങനെ വളരുന്നു ആ വളർച്ച ഒരാൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ തുടങ്ങി പിന്നെ അതിൻ്റെ ഒരു അടുത്ത ഫേസ് എന്തായിരുന്നു ഇതിൽ തൊഴിലാളികളുടെ പങ്ക് വലുതായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തവരുടെയും പങ്ക് വലുതായിരുന്നു. എന്നും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയും അഹോരാത്രം പണിയെടുത്ത് അന്നത്തെ കാലത്ത് രാവും പകലും എന്ന് പറയുന്ന പോലെ പണിയെടുത്ത് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു 60 കാലഘട്ടം വരെ അത് തന്നെയായിരുന്നു, അല്ലെ 70 കാലഘട്ടം വരെ. പിന്നീടാണ് നമ്മൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടിയല്ല. അന്ന് വെറും വസ്ത്രം അല്ലെ ഭക്ഷണം പാർപ്പിടം എന്നൊന്നും പ്രശ്നമല്ല. കൂട്ടുകുടുംബമാകുമ്പോൾ ഒരു ഭക്ഷണം മാത്രമല്ലേ ആവശ്യമുള്ളൂ. പിന്നെയാണല്ലോ നമ്മുടെ സ്വാർത്ഥ താല്പര്യവും ആവശ്യങ്ങളും കൂടുന്നതിനനുസരിച്ച് അവൻ്റെ അവകാശങ്ങളും ആവശ്യങ്ങളും കൂടി വരികയും അത് പരിഗണിക്കുകയും അതുപോലെ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയും. കേരളത്തിൽ തന്നെ അത് പ്രത്യേകം പറയേണ്ടതാണ്. നമുക്ക് എന്നും സമരങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ എന്നും ഒരു തൊഴിൽ സംസ്കാരം ഉണ്ട്. ഇത് എൻ്റേതാണെന്നുള്ളത് ആ ഓണർഷിപ്പ് എടുത്തുകൊണ്ടാണ് എല്ലാവരും ജോലി ഇന്നും. അപ്പോൾ അവിടെ ഇന്നും ഒരു തൊഴിൽ സമരം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ മെമ്പർമാർ തന്നെയാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അതിൻ്റെ ഓണേഴ്സ്. ആ ബോധം എല്ലാവരിലും ഉണ്ടാക്കി അവൻ്റെ കടമയും കർത്തവ്യം എന്താണെന്നുള്ളത് അവന് ഉത്തമ ബോധ്യമുണ്ട് ഇന്നും. മറ്റേ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവകാശം മാത്രമാണല്ലോ അവിടെ പ്രശ്നം. അപ്പം ഓരോരുത്തരും ചെയ്യേണ്ട ജോലിയും ടീം വർക്കായിട്ട് ചെയ്യുന്ന ഒരു എല്ലാവരും ഒന്നിച്ച് പ്രസിഡന്റ് എന്നുള്ളതോ തൊഴിലാളി എന്നുള്ളതോ എഞ്ചിനീയർമാർ എന്നുള്ളതോ IT-ലെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു ടീം വർക്കാണ് ഇതിൻ്റെ വിജയം. ഊരാളുങ്കലിൻ്റെ തൊഴിലാളികൾ എല്ലാവരും സൊസൈറ്റിയിൽ മെമ്പർമാരാണ്. നമ്മുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? A ക്ലാസ് ഏകദേശം ഒരു 600 പേരുണ്ടാവും. ഒരു C ക്ലാസ് പറയുന്ന ഈ വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് A ക്ലാസ്സിലേക്ക് വരുന്നത്. ബാക്കി നോൺ മെമ്പേഴ്സ് ആയിരിക്കും. ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഈ A ക്ലാസ് കിട്ടുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യം മുഴുവൻ C ക്ലാസ്സുകാർക്ക് കിട്ടും. വോട്ടവകാശം ഇല്ല എന്ന് മാത്രം. വോട്ടവകാശമുള്ള മെമ്പർ ആവാനുള്ള ക്രൈറ്റീരിയ അത് ഇന്ന് ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ നോക്കി ഈ പറഞ്ഞ ഡിസിപ്ലിനും സ്കിൽഡ് ലേബേഴ്സും അല്ലാവുന്നവരെ ഇതിലേക്ക് എടുക്കും. നമ്മൾ ഇതിനകത്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് വർക്ക് എങ്ങനെയാണ് നമുക്ക് അത് ഗവൺമെന്റ് നമ്മൾ ടെൻഡറിലോട്ടിനെയും ഇപ്പം കോടതിൻ്റെ ഇതുള്ളതുകൊണ്ട് non-PMC അല്ലെങ്കിൽ ക്രെഡിറ്റ് ഏജൻസി എന്നുള്ള വേറെ ഈ സൊസൈറ്റികളുണ്ടല്ലോ, അങ്ങനെ ടെൻഡർ വിളിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പണ്ട് ഉമ്മൻചാണ്ടി സമയത്ത് നേരിട്ട് ടെൻഡർ വിളിക്കാതെ തന്നിട്ടുണ്ട്. നേരിട്ട് ഇപ്പോൾ ചൂരൽമല നമ്മളെ വയനാട് അത് ഗവൺമെൻറ് നേരിട്ടാണ് തരുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ, നമ്മളോട് വിശ്വാസം. ടൗൺഷിപ്പ് പ്രോജക്റ്റ് അത് പിന്നീട് വിവാദങ്ങൾക്ക് വഴിവെക്കില്ല. ഇങ്ങനെ നേരിട്ട് തരുന്നത് മറ്റൊരാളുടെ കോമ്പറ്റൻസ് നോക്കാൻ ഒരാൾക്ക് കണ്ണടച്ചു കൊടുക്കുന്നത്. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ആ വിശ്വാസം എന്ന് പറയുന്നത് ആ ക്വാളിറ്റിയോ അല്ലെ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ലാതെ സമയബന്ധിതമായിട്ട് തീർക്കണം എന്നുള്ള ഗവൺമെൻറ് തോന്നുന്നതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് നേരിട്ട് തരുന്നത്. അതിൽ പിന്നെ വേറെ വിഷയങ്ങളൊന്നും പറയാനുണ്ടാവില്ലല്ലോ. അമിത്ഷായും റീസെന്റ് ഊരാളുങ്കലിനെ വളരെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സാറിന് മേൽ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ടാണ്, ഞങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല. പക്ഷേ ആ റിപ്പോർട്ട് വെച്ച് ഏറ്റവും നല്ല സഹകരണ സ്ഥാപനം എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ വെച്ചിട്ട് സാറിന് ഈ സൊസൈറ്റിയെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സ്ട്രേഞ്ച് ആയി തോന്നി. കാരണം ഇടതുപക്ഷ ടാഗ് ഉള്ള ഒരു സഹകരണ സ്ഥാപനത്തെ അമിത്ഷാ പുകഴ്ത്തുന്ന കേരളത്തിലാണല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ഷനിൽ വരെ പൊളിറ്റിക്സ് ഇല്ലാതെ സ്വതന്ത്രമായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, പാർട്ടീൻ്റെ ഒരു സ്വാധീനവും ഇവിടെ ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ ഇല്ല? ട്രേഡ് യൂണിയൻ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ 4 പേര് കൂടി ആണെങ്കിൽ 4 പേരും കൂടി പിന്നെയും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. എൻ്റെ ഓണർഷിപ്പിലുള്ളത് എൻ്റെ ഇതാണല്ലോ, എൻ്റെതാണല്ലോ അതിൻ്റെ മുതലാളി, ഞാനാണല്ലോ അതിൻ്റെ മുതലാളി. ഓരോരുത്തർക്കും തോന്നണമല്ലോ. ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയം ഒരു പരിധി ഒരു ആശയങ്ങളുടെ ഒരു പിന്നെ നിസ്വാർത്ഥമായിട്ടുള്ള, പക്ഷെ അത് കാലം മാറുമ്പോഴത്തേക്കും പല സഹകരണ സ്ഥാപനങ്ങൾ പിന്നെ അമൂല്യം പോലും പല പ്രശ്നങ്ങൾ. ഇതെങ്ങനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഐഡിയ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? അത് ഞാനിപ്പം പറഞ്ഞ നമ്മളെ ഭരണഘടന എന്താണോ അല്ലെ ബൈല എന്താണോ അതിൽ നിന്നും ഈ ഡിസിപ്ലിനിലൊരു വ്യത്യാസം ഞങ്ങൾ വരുത്തില്ല. കാരണം എന്തായാൽ അത് പ്രസിഡൻ്റായാലും ഡയറക്ടർമാരും ആയാലും ഇപ്പം അടുത്ത കാലത്തും അങ്ങനെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിൽ നിന്ന് ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് നീതിപൂർവമായിരിക്കും എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നിങ്ങളെ കുറ്റം സമ്മതിച്ചിട്ട് മാത്രമേ നിങ്ങളെ പുറത്താക്കുന്നുള്ളൂ. മറ്റേ അത് ഒരു പക്ഷപാതം അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർട്ടി ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നടപടി എടുക്കുമ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ഒരാളും ഇടപെടാറില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ വേറെ ഒരു തീരുമാനം. അപ്പോൾ അവിടെ ഡിസിപ്ലിൻ വരും. ഡിസിപ്ലിൻ വരുന്ന നേരത്തെ ഏത് പ്രസ്ഥാനവും നിലനിൽക്കുന്ന ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു തീരുമാനം. പിന്നെ അവൻ്റെ അവകാശങ്ങൾ മുഴുവനും അറിയിക്കുന്നതെല്ലാം അവന് കിട്ടുന്നുണ്ട്. ESI, PF, ഗ്രാറ്റുവിറ്റി, ബോണസ്, പെൻഷൻ സ്കീം, പിന്നെ ഈ വീടുണ്ടാക്കാൻ, കല്യാണം, അല്ലെങ്കിൽ ഫാമിലി ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് 40 ലക്ഷം രൂപ വരെ കിട്ടും. എവിടെയും കിട്ടുമോ? ഒരാൾ സൈറ്റിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ പോലും അവൻ്റെ ഇതനുസരിച്ച് 30-40 ലക്ഷം രൂപ വരെ അവന് ക്ലെയിം കിട്ടും. ഏതെങ്കിലും പ്രസ്ഥാനം കൊടുക്കുന്നുണ്ടോ? ഇതര സംസ്ഥാനക്കാർ എത്ര പേരുണ്ട്? 25%, 28% ഉണ്ടാവും വർക്കേഴ്സ്. അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷെ അവർ മെമ്പർഷിപ്പിൽ നിൽക്കില്ല. അവർ നമ്മളെ ഡിസിപ്ലിനൊന്നും അവർക്ക് അറിയാലോ. അവർ ഇതൊക്കെ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കും നിൽക്കില്ല. കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേര്. ഈ ഫിസിക്കൽ വർക്ക് മുഴുവൻ അവരാണോ ചെയ്യുന്നത്? അല്ല, ഇപ്പം കാലഘട്ടം എല്ലാം മാറിയില്ല. ഇനി മാൻ പവർ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവില്ല. അപ്പോൾ എനിക്കെല്ലാം കാലത്തിനനുസരിച്ച് മെക്കനൈസ് ചെയ്തു, ടെക്നോളജികൾ വന്നു തുടങ്ങി. ഇനി ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ എല്ലാം മെഷീനറിയും അതിൻ്റെ ഓപ്പറേറ്റേഴ്സും അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ആളുകളായി മാറും. അങ്ങനെയാണ് ലോകത്ത് മാറി. ഇപ്പോൾ കൃഷിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ 1000 ഏക്കർ എടുത്ത് നോക്കിയാൽ 10 ആൾ പോലും കൃഷിക്കാരുണ്ടാവില്ല. എല്ലാം ടെക്നോളജി അല്ലേ, എല്ലാം സോഫ്റ്റ്വെയർ അല്ലേ. അതുപോലെ നമ്മൾ എല്ലാവരും അങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നല്ല മാറ്റങ്ങൾ വരും. ഇനി അത് മാറിയില്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോകുമെന്നാണ് പറയുന്നത്. നമ്മളെ മലയാളീസ് ജോലി ചെയ്യുന്നില്ല, പക്ഷേ ഒരാളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാളുകൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള +2 ഒക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. കാരണം വെച്ചാൽ അവൻ്റെ കുടുംബത്തിലെ ഒരു പശ്ചാത്തലമാണ്. ഒന്നിക്കും മാരക രോഗം, അല്ലെങ്കിൽ ജപ്തി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത പ്രശ്നം, അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാനാവാത്തതുകൊണ്ട് ഞങ്ങളടുത്ത് ജോലിയാണ് വെച്ചാൽ ജോബ് സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും അവനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവൻ വരുന്നത്. എവിടെയും മലയാളീസ് ജോലി ചെയ്യില്ല. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഇത്രയും പേരെ മലയാളീസ് ഞാൻ കാണിച്ചു തരാം. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ജോലി ഇപ്പം 18,000 പേരായതുകൊണ്ട് നിർത്തിയതാണ്. ഇനിയിപ്പോൾ ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസം വന്നു ജോലി വാങ്ങാൻ നമ്മളെ മലയാളീസ് തയ്യാറാണ്. വേറെ എവിടെയും പോകില്ല. അത് ഹാർഡ് ലേബർ ചെയ്യാം. അത് ഒരു വ്യത്യാസം. ഞാൻ പറഞ്ഞ ആ തൊഴിൽ സംസ്കാരവും അവരെ ജോബ് സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അവരെവിടെയും ജോലി. അതിപ്പം ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കൂടുതൽ ശമ്പളം കിട്ടും, നല്ല അവസ്ഥയായിരുന്നു ഒരു കാലത്ത്. ഇന്നല്ല. ഈ മലയാളിയുടെ വർക്ക് കൾച്ചറിനെ പറ്റി പൊതുവെ പറയാ, കേരളത്തിൽ അവർ ജോലി ചെയ്യില്ല, പുറത്തു പോയാൽ എന്ത് പണിക്കും തയ്യാറാണ്. പഠിക്കേണ്ടിയിരിക്കുന്നത് ഒരാളിങ്ങനെ എക്സാമ്പിളാക്കിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഒന്ന് പഠിക്കുക. ഞാൻ പറയുന്നത് അവരെന്തുകൊണ്ട് ഇത്രയും പേര് മലയാളീസ് അവിടെ ജോലി ചെയ്യുന്ന, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ പശ്ചാത്തലം എന്താണ് അവർ ജോലി ചെയ്യുന്നതിന് കാരണം എന്ന് പഠിച്ചാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഇഷ്ടമാണ്. സെക്യൂരിറ്റി ഇത് കൊടുക്കണം, ജോബ് നല്ല ജോലി. അവരെ ഇപ്പം മലയാളീസ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലോ. നല്ല ശമ്പളം എവിടെ കിട്ടും, ഇനിയിപ്പം നല്ല ജീവിത രീതി എവിടെ കിട്ടും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പഠിക്കാൻ വരെ പോകുന്നത്. അവർ കാണുന്നത് നല്ല സുഖ സൗകര്യങ്ങൾ, നല്ല ജോലി, പഠിക്കുമ്പോൾ തന്നെ ശമ്പളം കിട്ടും. എന്താ പറയുക, മറ്റേ പഠിക്കുന്ന സമയത്ത് അല്ല ആ സ്റ്റൈപ്പൻഡ് അല്ല ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ. അപ്പം അതിനെല്ലാം അവിടെ സാഹചര്യമുണ്ട്. അപ്പം പൈസയാണ് പ്രധാനം. അത് ദിനേശിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റിവാർഡാണ് അവിടുത്തെ ജോലി. ഇപ്പം ഒരാളെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവില്ല. ഞങ്ങളുടെ ഇത്ര ആളിനെ ജോലി ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ജോലിക്ക് പിന്നെ ഇത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും, നമ്മൾ കൊടുക്കും. ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ജോലി ചെയ്യേണ്ടതും
അവൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ നടപടി എടുക്കുന്നതെല്ലാം നമ്മൾ സ്വതന്ത്രമായിട്ടാണ്, ഒരാളും ഇടപെടില്ല. എല്ലാ പാർട്ടികളിൽ നിന്നും റെക്കമെൻഡേഷൻസ് വരാറുണ്ടോ? എല്ലാ പാർട്ടിയിൽ നിന്നും ലേബേഴ്സിൽ വളരെ കുറവാണ്, മറ്റുള്ളതിലെല്ലാത്തിലും വരും. ഇപ്പം നമ്മൾ 1500 എൻജിനീയേഴ്സ്, 1500ഓളം സ്റ്റാഫ്, അതിലൊക്കെ എല്ലാ വിഭാഗക്കാർ, അതും ലേഡീസാണ് അതിലും കൂടുതൽ. അത് കുട്ടി പറഞ്ഞു, വനിതകളുമുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്, എല്ലാം. നമ്മുടെ ഒരു ബിസിനസ് വൈസ് സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ എത്ര ശതമാനം കൺസ്ട്രക്ഷൻ, എത്ര ശതമാനം IT, അങ്ങനെ പറയാവോ? കൺസ്ട്രക്ഷൻ തന്നെയായിരിക്കും അല്ലേ? 80%, 90% കൺസ്ട്രക്ഷൻ. ബാക്കിയുള്ളതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഇപ്പം 2 സൈറ്റിയും ഇതൊക്കെ ആയിട്ട് ഒരു 10-15% ഉണ്ടാവും, ഇത്രയും ഉണ്ടാവും. ഇനിയിപ്പോൾ അത് മുമ്പോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും? അല്ലല്ല, ഞങ്ങളിപ്പം ടൂറിസം മേഖലയിലേക്ക് ഇറങ്ങാണ്. ഇപ്പം 2 ക്രാഫ്റ്റ് വില്ല ഉണ്ടല്ലോ, അതിപ്പം കോഴിക്കോട് ഒന്ന് ഇരിങ്ങൽ സർഗാലയം ഒന്ന് വന്ന് കാണണം. അത് ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ നല്ലൊരു ക്രാഫ്റ്റ് വില്ലയായി മാറിക്കുന്നത്. പിന്നെ വെള്ളാർ ക്രാഫ്റ്റ് വില്ല ട്രിവാൻഡ്രത്തും, രണ്ടും വേറെ ആൾക്കാർ എടുത്തിട്ട് ഉപേക്ഷിച്ച് പോയതെന്ന് ഗവൺമെൻറ് ഞങ്ങളെ നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതാണ്. ഇന്നത് നല്ല ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് മാറി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് വടകര. അവിടെ നമ്മളെ ക്രാഫ്റ്റ്മാർ അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങനെ ഏറ്റെടുക്കണം എന്ന് തോന്നി അവർക്ക് നല്ല വേതനവും നല്ല ജീവിതവും ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ടൂറിസവും ഡെവലപ്മെൻറ്റും ആ ഒരു വില്ലേജ് തന്നെ മാറിക്കഴിഞ്ഞു. മാർക്കറ്റ് ഇക്കോണമിയുടെ ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇത് ഊരാളുകളൊരു സഹകരണക്കാർ ഇതാവുമ്പോഴേ ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഡിലേ, അത് എങ്ങനെയാണ് ഊരാളുകളുടെ സാധാരണ പിന്നെ മേഖലയിൽ ചെയ്യാൻ, ഇത് ഇങ്ങനെ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ബോർഡിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. സാധാരണ എല്ലാ ബോർഡിലും അഭിപ്രായ വ്യത്യാസം തന്നെ, അഭിപ്രായ വ്യത്യാസം വേണമല്ലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ തീരുമാനം എടുക്കുന്നത് അവസാനം ഒരു തീരുമാനമായിരിക്കും. അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനം നടപ്പിലാക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധ. അതാണ് ഞാൻ പറഞ്ഞ ടീം വർക്ക് എന്നാണ്. ആ ടീം വർക്കിന് അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഓരോന്നും മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് എല്ലാവരെയും സമവായത്തിലെടുത്ത് മെമ്പർമാരോട് പറയും, മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങണം, അവരെ അഭിപ്രായം ചെയ്യും. ബോർഡിൽ എല്ലാ സംഗതികളും ഡിസ്കഷൻ നടന്ന് തീരുമാനം എടുത്തിട്ടേ നടപ്പിലാക്കും. അത് അങ്ങനെ ഒരു രീതി, അതാണ് ഞാൻ പറഞ്ഞത് ടീം വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ച് അതിൻ്റെ എന്താ പറയുക നോളജുള്ള ആൾക്കാരെ കൊണ്ടുവന്ന്, ഞങ്ങൾ ചിലപ്പോൾ ബിഗ് 0 ആയിരിക്കാം, അതിനോട് നോളജുള്ള ആൾ വരുമ്പോൾ 10 ആയല്ലോ, അത് 9 ആണെങ്കിൽ 90 ആയല്ലോ. പിന്നെ 0 ആയതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര 0 ഇടാമല്ലോ. അപ്പം അതിങ്ങനെ 9,000 9,000 കോടി, അതുകൊണ്ടാണ് ഉയർച്ചയിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും. ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ക്ഷമയോടുകൂടി എല്ലാവരും നിൽക്കും. വളരെ അങ്ങനെയാണ് എല്ലാവരും. ഈ ആശയപരമായിട്ടുള്ള വിയോജിപ്പിട്ട് കൊണ്ട് ആരെങ്കിലുമൊക്കെ ബോർഡിൽ നിന്നോ ഇതിന് മാറിപ്പോയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായില്ല. സാർ, ഈ കോൺട്രാക്റ്റുകളെ കുറിച്ചൊരു സാർ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഈ അണ്ടർകട്ട് ചെയ്യുന്ന കോൺട്രാക്ട് അത് നന്നായിട്ട് പ്രവർത്തിച്ച് ചെയ്യുന്നവർ കുറച്ച് ഹൈ ആയിട്ടായി, പക്ഷെ അവരൊക്കെ മാറിപ്പോവുകയാണ്. എന്നിട്ട് ഈ മോശം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കുറഞ്ഞ ബില്ല് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ഒന്ന് വിശദീകരിക്കാനാണ് സാർ. അത് കറക്റ്റാണ്. കാരണം എന്തായാലും നമ്മൾ കോൺട്രാക്ട് ഫീൽഡിൽ ഗവൺമെൻറ്റിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർമാർക്ക് അതിൻ്റേതായ അംഗീകാരം കൊടുക്കണം. നല്ല കോൺട്രാക്ടർമാരാണെങ്കിൽ അവരെ അംഗീകരിച്ച് തന്നെ വേണം. അണ്ടർ കോട്ടിങ് ആണെങ്കിൽ അവിടെ സിസ്റ്റം ശരിയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം ഞങ്ങൾ 100% ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ ഈ ബിലോയിൽ അണ്ടർ കോട്ടിങ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ ഔട്ടായി പോകും. അങ്ങനെ നല്ല കോൺട്രാക്ടേഴ്സ് ഒക്കെ പോയിട്ടുണ്ടോ? കുറേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തിലുള്ളത് തന്നെയാണ്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കിട്ടുന്നില്ല. NHന്റെ പണി താമസിക്കുന്നു. വിഴിഞ്ഞത്ത് പാറ കിട്ടാതെ വളരെ പ്രശ്നമുണ്ട്. ഈ നമ്മളുടെ വർക്കുകൾക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ ആണല്ലോ കൂടുതൽ. നമ്മളെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്?
മറ്റുള്ള സ്റ്റേറ്റിൽ പോലെ ഇവിടെ നിയമപരമായിട്ട് പോയാൽ ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് ജിയോളജിക്ക് പെർമിഷൻ എടുക്കേണ്ടതാണെങ്കിൽ പെർമിഷൻ എടുക്കണം, ക്വാറി പെർമിഷൻ എടുക്കേണ്ടതാണ്, എല്ലാ അപ്രൂവലും വായിച്ചെടുത്താൽ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് തെളിവ് തന്നെയാണ് ഞങ്ങൾ. എന്നാലും കുറേ പ്രശ്നമുണ്ട് കേരളത്തിൽ. ഈ കാലാവസ്ഥ വ്യതിയാനം പ്രശ്നങ്ങളും കുറച്ചും കൂടി മറ്റുള്ള സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് അവിടെ എല്ലാം ഫ്രീ ആണല്ലോ, എവിടെ നിന്നും എടുക്കുക, എവിടെ നിന്നും പൊട്ടിക്കുക, അങ്ങനെയല്ല. അവിടെ ജനനിബിഡമായിട്ടൊന്നും അല്ല. എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യം അറിയാൻ അത് ഇവരെ നല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. നമ്മളെല്ലാ അപ്രൂവലും നേരത്തെ എടുത്തു വെച്ചെല്ലാം കൃത്യമായിട്ട് എല്ലാം കറക്റ്റായിട്ട്, പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. അതാണല്ലോ അതിൻ്റെ ഈ മൂല്യശോഷണം സത്യസന്ധത എന്നെല്ലാം പറയുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം തന്നെ. മെറ്റീരിയൽ എവിടുന്നാണ് കൊടുത്തത്? ഒരു ഞങ്ങൾക്ക് ക്വാറി ക്രഷറുണ്ട് ഇവിടെ തന്നെ, നമുക്ക് കേരളത്തിലുണ്ട്, കോഴിക്കോടുണ്ട്. ഇപ്പം തലപ്പാടി ഞങ്ങളെ തുടങ്ങുമ്പോൾ അവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ക്വാറി ഇല്ലെങ്കിൽ ഈ മാഫിയൻ്റെ ഇടയ്ക്ക് ഞങ്ങളിട്ട് വർക്ക് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയ ഉടനെ ഒരു ക്വാറി ക്രഷർ വാങ്ങിച്ചു. എന്നിട്ട് അതിൽ നിന്നാണ് നമുക്കൊരു 25% ലോണും നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നത്. സ്വന്തം ഇല്ല, എല്ലാവിടെയും ഇല്ല, ബാക്കിയൊക്കെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ്. കേരളത്തിലെ എല്ലാ മേഖലകളിലും കണ്ടുവരുന്നത് സംബന്ധിച്ചാൽ ഷോർട്ടേജ് ഓഫ് ലോക്കൽ ലേബർ. അതുകൊണ്ടാണ് ഈ കൂടുതൽ അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നത്. അതുപോലെ ഈ ഉടലുകളിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ലോക്കൽ ലേബറാണ്. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞല്ലോ, നല്ല ഉത്തരങ്ങൾ. നമ്മുടെ അടുത്ത് ഏറ്റവും അധികം ഉള്ളത് മലയാളീസ്, ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ളവർ. ഇപ്പോഴും ഒരു 50,000 തൊഴിലാളികളെ മലയാളീസിനെ വേണമെങ്കിൽ ഇപ്പോൾ അവർ വരും. ഞങ്ങളടുത്ത് ജോലി ചെയ്യുന്നു അവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവർക്ക് ജോബ് സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മലയാളീസ് ഇവിടെ തന്നെ ജോലി ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 25% ഇപ്പോഴും അല്ല, അത് നമുക്ക് ലേബർ ഇത് വരുമ്പം നമ്മൾ പുറത്തുനിന്ന് എടുക്കും. സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് വരുമ്പോൾ നമ്മളടുത്തും ഉണ്ട്. അവരാകുമ്പം പിന്നെ 6 മാസം 1 വർഷമൊക്കെ പിന്നെ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോൾ അവർ പോകും. പക്ഷേ മറ്റവരെ ട്രെയിൻ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ മലയാളീസിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് വർഷം കൂടിയും കഴിയുമ്പോൾ ഇനി മലയാളീസ് തന്നെ സ്കിൽഡായിട്ട് നല്ല ഇതിൽ വരുമ്പം നമുക്ക് മലയാളീസിൻ്റെ അല്ല ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യം വരില്ല. ഇനി അവരും കുറച്ച് കഴിയുമ്പോൾ അവരെ ഗൾഫാണല്ലോ, അവർ മാറുമ്പോൾ അവരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവും ഇവിടെ ജോലി ചെയ്യും. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി. ഒരു 27-28%. 2026 മുമ്പ് നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോജക്ട്സ് നമ്മൾ തീർക്കാൻ പോകുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 എണ്ണം പറയാമോ? ഇനി വരും മാസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്? ഒന്ന് പ്രധാനപ്പെട്ട നാഷണൽ NHAIൻ്റെത് 6 ലൈൻ പ്രോജക്റ്റ്. പിന്നെ നമ്മളൊരു 90% കഴിഞ്ഞു. നമ്മുടെ സ്ട്രെച്ച് ഏതാ? തലപ്പാടി ചങ്ങള ഫസ്റ്റ് റീച്ച്. അത് തീരും, അത് മാർച്ച് തീരും. പിന്നെ ഒരുപാട് പ്രവൃത്തിയുണ്ട്. അത് ലിസ്റ്റ് ചെയ്യാൻ തരാം. അല്ല, കാരണം വെച്ചാൽ ഇപ്പം ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ പ്രോജക്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉടനെ തന്നെ കമ്മീഷന്റെ കാലഘട്ടം. അതെ, കമ്മീഷന്റെ കാലഘട്ടത്തിൽ മലയോര ഹൈവേകളുണ്ട്. പിന്നെ അതുപോലെ കുറേ ബ്രിഡ്ജുകളുണ്ട് പ്രധാനപ്പെട്ട. ഇപ്പം നമ്മൾ എറണാകുളം ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജ് മുളന്തുരുത്തി അല്ല അതല്ല, അത് തീരും. മുളന്തുരുത്തി തീരും. ഇവിടെ അടുത്തൊരു പേരുണ്ട്, വലിയ ബ്രിഡ്ജ്, ദ്വീപിലേക്കുള്ള ബ്രിഡ്ജ്, പെരുമ്പളം ബ്രിഡ്ജ് തീരും. പിന്നെ കുറേ ഉണ്ട്, പേര് ഞാൻ തരാം. കുറേ ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് അങ്ങനെ ഇങ്ങോട്ട് തലശ്ശേരി നിന്ന് നോക്കിയിട്ട് ഇപ്പം തലശ്ശേരി കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അവിടെ കൂത്തുപറമ്പ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ വർക്കുണ്ട്. പിന്നെ കുറേ അങ്ങനെ അതൊരു ഫ്ലോ പോകുന്നത് തന്നെ. അത് മറ്റേ നമുക്ക് നമ്മളെ സ്പീഡ് പോയാൽ പിന്നെ ഏതാ സ്പീഡ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഇത്ര മാസം കൊണ്ട് എന്ന് പറയും, പിന്നെ ചിലപ്പം 100 ദിവസം കൊണ്ട് തീർത്തണമെന്ന് പറയും. അപ്പോൾ പറ്റുകയാണെങ്കിൽ തീർത്തു കൊടുക്കും. അങ്ങനെ തന്നെ അത് ഏത് ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർത്തു കൊടുക്കും. ഞാൻ ലിസ്റ്റ് തരാം.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഭയങ്കര അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കൂടുതൽ ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്തായിരുന്നു ഈ വർക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത്? ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ തന്നെ. പക്ഷെ അദ്ദേഹം നല്ല ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു സ്ഥാപനം അങ്ങനെ ഇത്രയും കൃത്യമായി സത്യമായി നടക്കുന്ന ഒന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ആ വിശ്വാസം ഉണ്ടായിരുന്നുണ്ടല്ലോ 1000 കോടി രൂപേൻ്റെ പ്രവൃത്തി അദ്ദേഹം നേരിട്ട് ക്യാബിനറ്റിൽ വെച്ച് തന്നിട്ട് പോയത്. അങ്ങനെ എപ്പോഴും കണ്ടാലും നല്ല ബന്ധമായിരുന്നു, നല്ല സ്നേഹത്തിൽ പെരുമാറുകയും നല്ലതിനെ നല്ലതായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. സിഎംഒ തൊഴിലാളി പ്രസ്ഥാനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നും കൂടെ നിൽക്കുന്നൊരു, അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പം ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ളത് എന്ത് ക്രൈസിസ് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഏറ്റവും നല്ല ഇതാണല്ലോ. അപ്പം എന്നും സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ എന്തും ഞങ്ങൾക്ക് അഡ്വൈസ് തരാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അത് നല്ലൊരു വലിയ മനസ്സ് തന്നെയാണ്. നമ്മളോട് ആവശ്യപ്പെട്ടു എങ്ങനെ എന്തെങ്കിലും ഈ പ്രോജക്റ്റ് വേഗം നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അപൂർവങ്ങളിൽ ഇപ്പം ഇത് മാത്രം പറയുന്നത് തലപ്പാടി, പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞത് ഗുരുവായൂർ പ്രോജക്റ്റുകൾ. അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ ഗുരുവായൂരിലെ ഏകദേശ പ്രോജക്റ്റും ഞങ്ങളായിരുന്നു. ഇപ്പം പാഞ്ചജന്യം മറ്റേതൊക്കെ നിങ്ങൾ മറ്റേ ഗസ്റ്റ് ഹൗസെല്ലാം പോയാൽ ഇപ്പോൾ കാണാം ഏറ്റവും മനോഹരമായിട്ടുള്ള. അതുപോലെ എല്ലാം എടുത്ത് കൃത്യസമയത്തിന് ചെയ്തു കൊടുക്കാം. രാജേഷ് ചോദിച്ചതിൻ്റെ ഒരു തുടർ ചോദ്യമാണ്, ഊരാളെങ്കിലും CPM തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഒഞ്ചത്താണ്, ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ഒരു വശത്ത് ബഗ്ബിഡാന്ത് ആത്മീയമായിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. നവോത്ഥാന നായകനായിരുന്നു, പ്രസ്ഥാനത്ത് ചേർന്നു. ഒഞ്ചത്ത് ഒരു ഭാഗത്ത് വിപ്ലവം നടന്നു. അതിൻ്റെ ബ്ലഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൽ ഇലക്ഷൻ വേറെ പൊളിറ്റിക്സ് ബേസിലല്ല. ഇപ്പോഴും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണോ മെമ്പേഴ്സ്? എന്നാലും മെജോറിറ്റി അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറയില്ല. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയം പറയലുമില്ല. ഒരാളോടും രാഷ്ട്രീയ പക്ഷഭേദം കാണിക്കാറില്ല. അതുകൊണ്ട് എല്ലാവരും ഇതിനെ അംഗീകരിക്കും. ഉമ്മൻചാണ്ടി സാർ 1000 കോടി രൂപയുടെ പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രോജക്ട്സ് UDFിന്റെ സമയത്താണ് കിട്ടിയിട്ടുള്ളത്. അത് ഒരു പ്രവൃത്തി 30 മാസം കൊണ്ട് തീർക്കേണ്ടത് 16 മാസം കൊണ്ട് തീർത്ത് ക്വാളിറ്റിയിലും ടൈമിലും തീർത്തോ അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ വരുന്നപ്പോഴത്തേക്ക് പുതിയ പ്രവൃത്തികളെല്ലാം സമയബന്ധമായി തീർക്കണം എന്നുള്ളതാണ് നേരിട്ട് തന്നത്. ഇത് ലോകത്ത് എവിടെയില്ലാത്തതാണ് നേരിട്ട് തരുന്നത്. അത് നമ്മളെ പെർഫോമൻസ് കൂടുതലായതുകൊണ്ട് തന്നെയാണ്. ഇപ്പം നിതിൻ ഗഡ്കരി സാറ് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം. ഈ 22 പ്രവൃത്തിയും 30%, 50%, 60% അല്ലെങ്കിൽ 80% ആയിട്ടുള്ളൂ. ഞങ്ങൾ തീരാൻ പോകും. അതും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൃത്യമായി തീർക്കുന്നു. അപ്പോൾ രാജ്യത്തിന് അതിൻ്റെ ഗുണം എന്താണെന്നുള്ള നമുക്ക് മനസ്സിലായല്ലോ. ഇന്ന് ഉപയോഗിക്കേണ്ടത്, ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്താൽ അല്ലെ 5 വർഷം ചെയ്താൽ എത്രയാണ് നഷ്ടം? ഡീസല്, പെട്രോള്, പിന്നെ ആൾക്കാരുടെ യാത്ര, കൃത്യസമയത്തിന് സമയത്ത് എത്തിയില്ലെങ്കിൽ. അപ്പം ആ മാറ്റങ്ങൾ അതിൽ ഗവൺമെൻറ് വികസന പ്രവർത്തനത്തിലാണ് നമ്മൾ പങ്കാളിയാകുന്നത്. അപ്പം സമയബന്ധമായി തീർത്തു കൊടുക്കുക. അപ്പം ഭരണഘടനാപരമായിട്ട് സാറിന് മേലേക്ക് എന്താണോ അവകാശം അത് നമ്മൾ പിടിച്ചു വാങ്ങുന്നു. ഭരണഘടനയിൽ ഇല്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലേ, ഊരാളെങ്കിലും രാഷ്ട്രീയമില്ല, പക്ഷെ ഒരു സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ? കോർപ്പറേറ്റ് ഈ മാർക്കറ്റ് എക്കോണമിയിൽ കോപ്പറേറ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് ലാഭം മുകളിൽ ഒരു ആളുടെ മാത്രം നിൽക്കാണ്ട് അതിന്റെ രാഷ്ട്രീയം ഒന്ന് ചെയ്യാമോ? തോമസ് ഐസക് സാർ എനിക്ക് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ ഊരാളെങ്കിലും. ഞങ്ങൾ രണ്ടാമത്തെ കോൺക്ലേവ് നടത്തിയ അത് തന്നെയായിരുന്നു. എന്താണ് കോപ്പറേറ്റിന് ബദലായിട്ട് മോൺട്രഗോൺ മോഡൽ. കാരണം വെച്ചാൽ നമ്മളൊരു കോപ്പറേറ്റ് ആണെങ്കിൽ ഈ ലാഭം മുഴുവനും അല്ലെങ്കിൽ ഇത് മുഴുവനും ഒരാളെ പോക്കറ്റിലല്ലേ. ഇതിപ്പം 18,000 പേര്. ഇപ്പം മോൺട്രഗോൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ റിസഷൻ കാലത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളും 2008 റിസഷൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാം മൈനസിലേക്ക് പോയി ഗ്രോത്ത്. അവിടെ 6.5 ഗ്രോത്ത് ഉണ്ടാവരുത്. കാരണം വെച്ചാൽ
ഈ സാധാരണക്കാരുടെ കയ്യിൽ വരെ പൈസ കൃത്യമായിട്ട് എത്തുന്നു എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു മെക്കാനിസമാണല്ലോ സഹകരണ സംഘം എന്ന് പറയുന്നത്. അതിൻ്റെ മെമ്പർമാർ, അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത് നല്ല രീതിയിൽ നടത്തണം ആരായാലും. അത് നടക്കുമ്പോഴേ എല്ലാം നല്ലത് നടത്തുന്നല്ലേ ഈ പറഞ്ഞതെല്ലാം അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയല്ല. മനസ്സിലായില്ലേ ഇപ്പം പറഞ്ഞത്? അപ്പൊ അത് തന്നെയാണ് രാഷ്ട്രീയം. നമ്മള് ഷെയർ അപ്പം നമ്മുടെ ഈ ലാഭവിഹിതം എല്ലാവർക്കും അങ്ങനെയാണോ? എങ്ങനെ അതിന്റെ ലാഭവിധം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം നല്ല വേതനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതിൻ്റെ ചെറിയ ലാഭം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ആസ്തി. അതാണല്ലോ അതിൻ്റെ ബേസ്. അടുത്ത തലമുറക്ക് ഉണ്ടാക്കി വെക്കണ്ടേ, വിത്ത് ഉണ്ടാക്കി വെക്കണ്ടേ. അതാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ വളർന്നത്. പക്ഷേ ഈ സൊസൈറ്റിയുടെ വിജയം പറയുമ്പോൾ നമ്മുടെ ഈ ബാങ്കിങ് സൊസൈറ്റി, സഹകരണ ബാങ്കുകളും സൊസൈറ്റികളും കേരളത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, അഴിമതി പ്രശ്നങ്ങൾ, ഫ്രോഡ്, അതൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണ് വരുന്നത്? ഇല്ല, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനെ പറ്റി പറയുന്നത് ആ ഡിസിപ്ലിൻ കൃത്യമായാൽ ഒരു തരത്തിലും അഴിമതി ഉണ്ടാവില്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണോ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോകുന്ന രീതിയിലാകുമ്പോൾ എവിടെയും ഒന്നും സംഭവിക്കില്ല. അതാണ് നമ്മളെ പ്രസ്ഥാനം. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ പ്രസ്ഥാനത്തിന് എല്ലാവരും ഇതിൽ എല്ലാവർക്കും അങ്ങ് ടെക്നിക്കലായിട്ട് കുറച്ച് സ്കില്ല. ഇപ്പം ഡയറക്ടർമാരാവാന്നാണ് ഇത്രയും 500 കോടി അല്ലെങ്കിൽ 100 കോടി പ്രവൃത്തി കൊണ്ടുപോകാൻ അറിയുന്ന ഒരു കോൺട്രാക്ടർമാരി പോലെ ഒരു മാനേജ്മെൻറ്റ് കഴിവ് വേണം. അത് ഇതിനകത്ത് തന്നെ വളർന്നു വന്ന് വരുന്നവരിക്കേ നടക്കും. അതുകൊണ്ട് പുതിയൊരാൾ മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാകുന്ന പോലെയോ അല്ലെങ്കിൽ പ്രസിഡൻ്റാകുന്ന പോലെയോ സാധിക്കില്ല ഇതിനകത്ത്, അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് മെമ്പർമാർക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ കാലത്തും അവർ സെലക്ട് ചെയ്യും, അങ്ങനെ സെലക്ട് ചെയ്യും. മനസ്സിലായില്ലേ? CPM-ന്റെ മെമ്പറാണ്? ഇല്ല ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. വയനാട് ടൗൺഷിപ്പ് എത്ര കാലം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും? അതിൻ്റെ എന്തെങ്കിലും നമുക്ക് 1 വർഷം കൊണ്ട് എൻ്റെ മുമ്പേ തീർത്ത് വെക്കും. ഞങ്ങൾക്ക് 1 വർഷമാണ് തരുന്നത്. ഇപ്പം ഞങ്ങൾ ഇപ്പം ഇതുവരെ വന്നിട്ടില്ല, എഗ്രിമെൻ്റ് ആയിട്ടില്ല. എഗ്രിമെൻ്റ് ആയാൽ ഞങ്ങൾ ഡിസൈനിന് 1 മാസം എടുക്കും, ബാക്കി 11 മാസം കൊണ്ട് പണിയും തീർക്കും. അപ്പോൾ അതൊന്നല്ല, അതിൻ്റെ മുമ്പേ തീർത്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡിസൈനിലൊക്കെ അവിടുത്തെ ഒരു പരിസ്ഥിതി അതുമായിട്ടുള്ള അതെല്ലാം വളരെ ശ്രദ്ധിച്ച് ഫ്രെയിംഡ് സ്ട്രക്ചറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ ഡിസൈനല്ല, അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ സാധാരണ ചെങ്കല്ല് കെട്ടിയല്ലേ ഇഷ്ടിക വെച്ച് കെട്ടുന്നതല്ല. ഫ്രെയിംഡ് തന്നെ കോളം കൊടുത്ത് കോളത്തിൻ്റെ അകത്താണ് ബിൽഡിംഗ് ഉണ്ടാകുന്നത്. സ്ലാബ്, പിന്നെ ലിന്തൽ, താഴെ പിടിച്ച് വെക്കാൻ പറ്റും. അത് വിദഗ്ധ സമിതി ഉണ്ട്, അവരുടെ നിർദ്ദേശപ്രകാരം. കിഫ്കോൺ എന്നുള്ള എഞ്ചിനീയറിംഗ് വിങ്ങുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് ഭയങ്കര അടുപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു ഇക്വേഷൻ? എന്താണ്? നമുക്ക് പിന്നെ അന്ന് ഈ ഉമ്മൻചാണ്ടി സാർ വർക്ക് തരുന്ന സമയത്ത് ഇബ്രാഹിം സാറും മറ്റവരെല്ലാം ആയിരുന്നല്ലോ ഈ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ബന്ധം നല്ലതായിട്ട് വേറെ ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. ULCCയുടെ CSR ആക്ടിവിറ്റീസ്? CSR ഞങ്ങൾക്ക് CSR ഇല്ല. സഹകരണ ഇല്ല. ഒരുപാട് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ഭിന്നശേഷിക്കാരുടെ അതെല്ലാം നിങ്ങൾ വന്ന് കാണേണ്ടത്. VK നായനാറല്ല, VR നായനാർ എന്ന് പറഞ്ഞൊരു ഗാന്ധിജീൻ്റെ ഒരു അരിമ ശിഷ്യനായിരുന്ന 1925 കാലഘട്ടത്തിലോ മറ്റോ തുടങ്ങിയിട്ട് ഗാന്ധിജി മരിക്കുന്നതിൻ്റെ സമയത്ത് അവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രസ്ഥാനമായിരുന്നു. അത്രയും വലിയൊരു പ്രസ്ഥാനം. അത് ഈ 2010-15 വരെ പിന്നെ അത് അടച്ചുപൂട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നെ അത് പലരും അത് സ്വന്തമാക്കാൻ ശ്രമിച്ചു. അപ്പം അതിൻ്റെ കമ്മിറ്റി, അതിൻ്റെ ട്രസ്റ്റ് ഞങ്ങളെ സമീപിച്ചു. അങ്ങനെ ഒരു ഇത് ഏറ്റെടുത്തു. ട്രസ്റ്റിൻ്റെ ഭൂമി ഏറ്റെടുത്ത്. എന്നായിരുന്നു നമ്മൾ പ്രശാന്ത് കലക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 35 അമ്മമാർ വന്നിരുന്നു. കലക്ടറായി ചാർജ് എടുത്ത അടുത്ത ദിവസം അവർ പറയുന്ന വളരെ ദയനീയമായിട്ടുള്ള കഥകളായിരുന്നു. എന്നുവെച്ചാൽ 20 വർഷം അല്ലെങ്കിൽ 20 വയസ്സായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ 35 വയസ്സായിട്ടുള്ള കുട്ടി, ഈ 35 വയസ്സും ആവുന്ന അമ്മമാരും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ഈ കുട്ടി ഉള്ളതുകൊണ്ട്. ഭിന്നശേഷിക്കാരെ കുട്ടികളെ അറിയാമല്ലോ, അവർ ബാത്റൂമിൽ പോകുമ്പം വരെ ചിലപ്പം കെട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് കുട്ടികളെ സംരക്ഷിച്ചു പോകുന്നത്.
അപ്പോൾ അതിൻ്റെ കഥകൾ കേട്ട് ഇവർക്കൊരു പകൽ വീട് വേണമെന്ന് പറഞ്ഞു. ഞാൻ മുന്നേ ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പം അത് പകൽ വീട് മാത്രമല്ല, അവർക്ക് ട്രെയിൻ ചെയ്തിട്ട് അവർ ജോലിക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അവരിപ്പോൾ 80ഓളം പേര് ഈ പറയുന്ന കുട്ടികളാണ്. ഇപ്പം സ്വന്തമായിട്ട് ബേബി മെമ്മോറിയൽ, മിംസിൽ, ഞങ്ങൾ IT പല പ്രസ്ഥാനങ്ങളിലും ചെറിയ ചെറിയ ശമ്പളത്തിന്, പക്ഷേ സ്വന്തമായിട്ട് ബസ് കയറി പോകാൻ തന്നെ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ട്. ഇവിടെ കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് മറ്റേ മലബാർ ഹോസ്പിറ്റലിലെ എരഞ്ഞിപ്പാലം എൻ്റെ തൊട്ട്. അതൊക്കെ നിങ്ങൾ ശരിക്കും എഴുതേണ്ട കഥകളാണ്. വന്നിട്ട് അതിൻ്റെ പിന്നെ വടകര മടിത്തട്ട് എന്ന് പറഞ്ഞ അമ്മമാരുടെ ഒരു പകൽ വരുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ സ്പേസ് ക്ലബ്ബുണ്ട്. ഒരു കുട്ടി സാറിന് തന്നെ മറ്റേ ISR റിട്ടയർഡ് അയാൾ ഏറ്റവും ഉന്നതമായിട്ട് പഠിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇപ്പം NIT ആയിട്ട് ചേർന്നിട്ട് ഒരു കുട്ടി സാറ്റലൈറ്റ് വിടാനുള്ള ഞങ്ങളെ കുട്ടികളാണ് അതിൻ്റെ NIT ആയിട്ട് ചേർന്നിട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ സാറ്റലൈറ്റ് വിടുന്നത്. അപ്പോൾ അത്രത്തോളം പിന്നെ ഇത്തരത്തിലുള്ള ISR ഡയറക്ടർമാരും ചെയർമാന്മാരായിട്ടുള്ള ഇൻട്രാക്ഷനും അങ്ങനെ കുട്ടികൾക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, അങ്ങനെ ചെയ്യുന്ന സംഭവമുണ്ട്. പിന്നെ അങ്ങനെ റിസർച്ച് സെൻ്ററുണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് ഈ ഊടാലെങ്കിലും ഒരു മൊണോപ്പൊളി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എല്ലാ വർക്കുകളും ഇപ്പോൾ പഞ്ചായത്ത് തൊട്ട് ഏത് വർക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നു. അല്ല, അത് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാലത്ത് ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കുമല്ലോ. അതാണല്ലോ നമ്മൾ കാണുന്നതും അല്ലേ. അത് എന്ന് വ്യത്യാസം വരുന്നു ആ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അല്ലേ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ED വന്നപ്പോൾ അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ വല്ല കൊള്ളപ്പണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃത്യമോ അഴിമതിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം കുറയും അല്ലേ. മാർക്കറ്റ് ഫോഴ്സസ് അല്ലേ, അത് ഏതെങ്കിലും വർക്കിൽ എഫക്റ്റ് ചെയ്യുമല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ വർക്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അതെവിടെയും നമ്മൾ മനസ്സാവാചകർമ്മണം അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ 100% നമുക്കിപ്പോൾ ഒന്നിലും പറയാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാണ്ട് ബാക്കിയെല്ലാം കൃത്യമായിട്ട് ചെയ്യണം തന്നെയാണ് എല്ലാവരുടെയും ബോധം. അതുതന്നെയാണ് എല്ലാ മീറ്റിങ്ങിലും പറയാം. ശ്രദ്ധിച്ച് ഓരോ കാര്യം, അത് ഇന്ന് തുടങ്ങിയല്ല, അന്നേ തുടങ്ങിയതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിൽ മാറുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും, ചെറിയ വ്യത്യാസം. പാലാരോട്ടും പാലം തന്നപ്പോഴും അങ്ങനെ എന്തെങ്കിലും പിന്നെ ശ്രീധര സാർ നേരിട്ട് വിളിച്ചാണോ? ഞാൻ പറഞ്ഞു പറ്റില്ല എന്നാണ്. ഈ ശ്രീധര സാർ തന്നെ നേരിട്ട് വിളിച്ചു. അതൊരു വിശ്വാസമല്ലേ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഒറ്റയടിക്ക് പറ്റില്ല എന്ന് പറയുന്ന അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനോട് സാർ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പോയിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിനെ സാർ വിവാദത്തിലേക്ക് വരും വെറുതെ, അതുകൊണ്ട് ഇല്ല അത് നിങ്ങൾ മാത്രം ചെയ്താലേ അത് വിശ്വാസമുള്ളൂ. ആ വിശ്വാസം പറയാൻ പിന്നെ ഏറ്റെടുത്തു. ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റി ടൈം അതിൻ്റെ അകത്ത് അഴിമതി ഇല്ല. അതന്നെയാണ് ഒരാളുകളുടെ USP ക്വാളിറ്റി. അതെ, ഏത് സംഗതി തുടങ്ങുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി വിട്ടിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യും.